കേരളത്തിന്റെ ദൃശ്യമാധ്യമ ഭൂപടത്തിൽ വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്റേതായൊരു ഇടം അടയാളപ്പെടുത്തിയ മീഡിയപീഡിയ മൾട്ടിമീഡിയ രംഗത്ത് ദ്വിദിന വർക്ക്ഷോപ്പുകളുടെ ഒരു സീരീസിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-17 തീയതികളിലായിട്ടായിരുന്നു ആദ്യ എഡിഷന് മീഡിയപീഡിയ ഫ്ലോർ ഒരുങ്ങിയത്. പ്രൊഫഷണലായി സോഷ്യൽ മീഡിയയെ അപ്പിയർ ചെയ്യുന്നവർക്കും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഈ മൾട്ടിമീഡിയ വർക്ക്ഷോപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഈ ഫീൽഡിലെ പ്രശസ്തരായ ഒരുപാട് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലെക്ചറിംഗ്, എക്സ്പീരിയൻസ് ഷെയറിംഗ്, ഇതിനൊപ്പം തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനും ഇമ്പോർട്ടൻസ് നൽകിയാണ് ഈ മൾട്ടിമീഡിയ വർക്ക്ഷോപ്പിന്റെ സ്ട്രക്ചറിംഗ്. ഷൂട്ട്, എഡിറ്റ് അങ്ങനെയുള്ള ടെക്നിക്കൽ ഫെസിലിറ്റീസ് എല്ലാം മീഡിയപീഡിയയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ സ്റ്റുഡൻസിനും ഇതെല്ലാം ലൈവായി കാണാനും ഇൻവോൾവ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. ഇന്നേറെ ട്രെൻഡിംഗ് ആയ പോഡ്കാസ്റ്റ് പ്രൊഡക്ഷന്റെ ഓരോ സ്റ്റേജും അതുപോലെ കണ്ടന്റ് മേക്കിംഗ് മുതൽ ആങ്കറിംഗ്, ഷൂട്ടിംഗ്, എഡിറ്റിംഗ് വരെയുള്ള ഓരോരോ സ്റ്റേജും A to Z കാര്യങ്ങൾ നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ മൊബൈൽ ക്യാമറ മുതൽ പ്രൊഫഷണൽ ക്യാമറ വരെ ഉപയോഗിച്ചുള്ള മിനിമൽ ഷൂട്ടിംഗ് ടെക്നിക്സ് നമുക്ക് ഇവിടുന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അവതരണം, സംവിധാനം, എഴുത്ത്, ഛായാഗ്രഹണം, ചിത്ര സംയോജനം അങ്ങനെ ഓരോ മേഖലയിലെയും പ്രൊഫഷണൽസ് ആണ് മീഡിയപീഡിയയിൽ ഗസ്റ്റ് ഫാക്കൽറ്റീസ് ആയിട്ട് എത്തുന്നത്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾക്ക് ഇത്തിരി താരമൂല്യം കൂടുതലാണ്. അല്ലെങ്കിൽ ആങ്കറിംഗ് ഏറ്റവും ആദ്യം വേണ്ട രണ്ട് കാര്യങ്ങളൊന്ന് പദസമ്പത്താണ്. ഓരോ ക്ലാസ്സും അനുഭവങ്ങളും വളരെ സൗകര്യപ്രദമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന AC ഫ്ലോറും മറ്റ് ടെക്നിക്കൽ സൗകര്യങ്ങളുമാണ് ഇത്തരം 2 ഡേ വർക്ക്ഷോപ്പുകളിൽ മീഡിയപീഡിയ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇതിനോടകം ഇവിടെ കണ്ടക്ട് ചെയ്ത മൾട്ടിമീഡിയ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്തവരുടെ ഫീഡ്ബാക്ക് തന്നെയാണ് ഈ വഴിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കിട്ടുന്ന ഊർജ്ജം. കണ്ടന്റ് ക്രിയേറ്റിംഗ്, ക്യാമറ, പോഡ്കാസ്റ്റിനെ കുറിച്ചും ക്രിയേറ്റീവ് തിങ്കിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റി. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ്. ആദ്യം പോയപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പോഡ്കാസ്റ്റിനെ കുറിച്ചും കൂടുതൽ ധാരണ ലഭിക്കാൻ ഇത് സഹായമായി. വളരെ പോസിറ്റീവായ ഒട്ടേറെ കമന്റ്സ് ഓരോ വർക്ക്ഷോപ്പിന് ശേഷവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ പ്രായഭേദമന്യേ ഒട്ടേറെ പേര് ഈ ഫീൽഡിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നുള്ള കാര്യവും ഞങ്ങൾക്ക് ഏറെ പോസിറ്റീവ് വൈബ് സമ്മാനിക്കുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ ഒരുപാട് റൗണ്ട് ആയ കുറേ വ്യക്തികളുടെ എക്സ്പീരിയൻസസും അവരുടെ പേഴ്സണലായ കുറേ കാര്യങ്ങളും അവരിതുവരെ എങ്ങനെയാണ് ഈ ഫീൽഡിൽ ഇത്ര കാലം വർക്ക് ചെയ്തതെന്നുള്ളൊരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിലൂടെ നേരിട്ട് അറിയാൻ പറ്റി. ഞാൻ സെൻറ് തോമസിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു പാർട്ടായിട്ടാണ് മീഡിയപീഡിയയിൽ എത്തുന്നത്. ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഒത്തിരി അധികം യൂസ്ഫുള്ളായി. ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, റൈറ്റേഴ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനും അവരുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഞങ്ങൾക്കൊരു അവസരം മീഡിയപീഡിയ തരാണ് ഉണ്ടായത്. മീഡിയപീഡിയയിലെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡിയോ തന്നെയാണ്. ഒരു നോർമൽ മൾട്ടിമീഡിയ വർക്ക്ഷോപ്പിനപ്പുറം ഒരു ബിഗിനർക്ക് പോലും കാര്യങ്ങൾ ഈസിയായി കൺവേ ചെയ്യുന്ന രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ പങ്കെടുത്ത ഓരോ സ്റ്റുഡൻസിനും പറയാനുള്ളത്. ബൈ പ്രൊഫഷൻ ഞാനൊരു ടാക്സ് കൺസൾട്ടൻ്റ് ആണ്. എൻ്റെ പ്രൊഫഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഭയങ്കരധികം ഞാൻ ഇംപ്രസ്ഡ് ആയി. താങ്ക്സ് ടു മീഡിയപീഡിയ. ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഒക്കെ വളരെ മികച്ചതാണ്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല അട്രാക്ഷൻ ആയി തോന്നിയത് ഇവിടുത്തെ സ്റ്റുഡിയോ ആണ്. ഓരോ തവണയും പങ്കെടുക്കുന്ന സ്റ്റുഡൻസിന് മീഡിയപീഡിയ സർട്ടിഫിക്കറ്റ് സമ്മാനിക്കുന്നു. ഒപ്പം കഴിവിനനുസരിച്ച് സ്റ്റുഡിയോയിൽ ഇന്റേൺഷിപ്പ് സൗകര്യവും ഉണ്ടായിരിക്കും. സ്കൂൾ, കോളേജ് സ്റ്റുഡൻസിന് മാത്രമല്ല പ്രായഭേദമന്യേ ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും ഈ മീഡിയ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനും വളരെ ഈസിയാണ്. നമ്മുടെ തൃശ്ശൂരിന്റെ ഹൃദയത്തില് പാട്രേക്കൽ ജംഗ്ഷനില് KR ബേക്കറിക്ക് തൊട്ടുമുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് മീഡിയപീഡിയ. വിഷ്വൽ മീഡിയയോട് ഇത്തിരി ഇഷ്ടക്കൂടുതലുണ്ടെങ്കിൽ ഈ വഴിയൊന്ന് പയറ്റി നോക്കണമെന്ന് ഏറെ കാലമായിട്ട് ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഇനി ഒന്നും നോക്കണ്ട, ഇപ്പൊ തന്നെ അടുത്ത വർക്ക്ഷോപ്പിന് സീറ്റ് ബുക്ക് ചെയ്തോളൂ. മീഡിയപീഡിയ, പാട്രേക്കൽ, തൃശ്ശൂർ.